Welcome to my class. Today I am going to discuss about the topic ethers. Ethers. What are ethers? When hydrogen atom of a hydrocarbon is replaced by an alkoxy or aryloxy group, we get an ether. ഒരു ഹൈഡ്രോകാർബണില് ഒരു ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ആൽക്കോക്സി ഗ്രൂപ്പ് OR അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ്? അറൈലോക്സി ഗ്രൂപ്പ് ARO. നമുക്ക് എന്ത് കിട്ടും? ഒരു ഈതർ ലഭിക്കുന്നു. എക്സാമ്പിൾ മീഥൈൻ CH4 OCH3 alkoxy group. Hydrogen atom is substituted by alkoxy group CH3OCH3. One ether. Another example CH4. Hydrogen atom is substituted by OC6H5. Then we get CH3OC6H5. We get an ether. We can write the general formula ROR dash. ROR dash. Then the physical properties of ethers. First property, boiling point. The boiling point of ethers are lower than corresponding alcohols. Because in alcohols there are hydrogen bonds. Due to hydrogen bond, the alcohol molecules are associated. So its boiling point is high. But in ethers, there is no hydrogen bond. So its boiling point is lower than alcohols. Then solubility. Lower ethers are soluble in water. This is due to the formation of hydrogen bond with water molecules. There is a possibility of hydrogen bond between ether and water molecules. So ethers are soluble in water. But when the molecular mass increases, അതായത് higher ethers വരുമ്പോൾ അതിന്റെ solubility decrease ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് കൂടുക എന്ന് വെച്ചാൽ എന്താണ്? R ഗ്രൂപ്പ് ബൾക്കിയർ ആയി വരുന്നു, വലിയ ഗ്രൂപ്പുകളാകുന്നു. അപ്പൊ ഈ വലിയ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷനെ എന്ത് ചെയ്യുന്നു? അത് എതിർക്കുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഹൈഡ്രജൻ ബോണ്ടിന്റെ പോസിബിലിറ്റി കുറയുന്നു. അതുകൊണ്ട് അതിന്റെ സോലിബിലിറ്റിയും കുറവ് ആയിരിക്കും. Then methods of preparation of ethers. First method, dehydration of alcohols. Dehydration of alcohols. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കഹോളിന്റെ ഡീഹൈഡ്രേഷൻ പഠിച്ചതാണ് ഇല്ലേ? എങ്ങനെയായിരുന്നു ഡീഹൈഡ്രേഷൻ നടക്കുന്നത്? എപ്പോഴാണോ ആൽക്കഹോള് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഹീറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? ഒരു ആൽക്കീൻ കിട്ടും. ഡീഹൈഡ്രേഷൻ, റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾ ഇല്ലേ? ഇനി അത് ഏത് ടെമ്പറേച്ചറിലായിരുന്നു ചെയ്തത്? 443 കെൽവിനിലായിരുന്നു നമ്മൾ അന്ന് ഹീറ്റ് ചെയ്തത് ഇല്ലേ? നമ്മൾ ഈ ടെമ്പറേച്ചർ ഒന്ന് മാറ്റുന്നു. അതായത് 413 കെൽവിനിലാണ് നമ്മൾ ആൽക്കഹോളിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആൽക്കീൻ അല്ല, പകരം എന്ത് കിട്ടുന്നു? ഈതർ കിട്ടുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? ആൽക്കഹോളുകളുടെ ഡീഹൈഡ്രേഷൻ, ദാറ്റ് ഈസ് ഹീറ്റിംഗ് ആൽക്കഹോൾ വിത്ത് സൾഫ്യൂരിക് ആസിഡ് at 443 Kelvin we get an alkene, but at 413 Kelvin we get an ether. ഓക്കെ, ഇത് ഓർത്ത് വെച്ചുകൊള്ളുക. ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ മെക്കാനിസം നമുക്ക് പഠിക്കാം. 3 സ്റ്റെപ്പിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കഹോൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കഹോൾ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആൽക്കഹോളിന്റെ പ്രോട്ടോണേഷൻ. പ്രോട്ടോണേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അഡീഷൻ ഓഫ് H+. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ കിട്ടുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാല് അറ്റാക്ക് ഓഫ് alcohol molecule on this
പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ കിട്ടിയില്ലേ, ഈ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളിലേക്ക് മറ്റൊരു ആൽക്കഹോൾ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ, ഈ കിട്ടിയ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. ഇവിടെ നോക്കിയേ, ഓക്സിജൻ എന്ത് ചാർജ് ആണ്, പോസിറ്റീവ് ചാർജ് ആണ് ഇല്ലേ. ഈ ബോണ്ട്, ഈ CO ബോണ്ട് ശ്രദ്ധിക്കുക. ഈ CO ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ കാർബണിന്റേതും ഒരു ഇലക്ട്രോൺ ഓക്സിജന്റേതുമാണല്ലോ. ഈ ഇലക്ട്രോണുകളിൽ കാർബണിന്റെ ഇലക്ട്രോൺ ആർക്ക് കൊടുക്കുന്നു, കാർബണിന്റെ ഇലക്ട്രോൺ ഓക്സിജന് കൊടുക്കുന്നു. കാർബണിന്റെ ഇലക്ട്രോൺ ഓക്സിജന് നൽകുന്നു. അപ്പൊ ഓക്സിജൻ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടിയില്ലേ, ഒരു എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് കിട്ടിയില്ലേ, അതിന്റെ ഫലമായിട്ട് എന്താകും, ഈ പോസിറ്റീവ് ചാർജ് നഷ്ടമാകുന്നു. ഈ പോസിറ്റീവ് ചാർജ് നഷ്ടമാകുന്നു. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തില്ലേ, അതായത് എന്തവിടെ നിന്ന് പോകുന്നു, H2O പോകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ കാർബണിന്റെ ഒരു ഇലക്ട്രോണിനെയാണ് ഓക്സിജന് നൽകുന്നത്. അപ്പൊ കാർബൺ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, കാർബൺ എന്ത് ചാർജ് കിട്ടും, പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ എന്താണ് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്, നമുക്ക് CH3 സിംഗിൾ ബോണ്ട് CH2. ഈ കാർബൺ ഒരു പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു, കാരണം കാർബണിന്റെ ഇലക്ട്രോൺ ആർക്ക് കൊടുത്തിരിക്കുന്നു, ഓക്സിജന് കൊടുത്തിരിക്കുന്നു. ഇത് ഒരു കാർബോകാറ്റയോൺ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ കാർബോകാറ്റയോണിലോട്ടാണ് നമ്മുടെ മറ്റൊരു ആൽക്കഹോൾ മോളിക്യൂള് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആൽക്കഹോളിലെ ഓക്സിജനിൽ നമുക്കറിയാം 2 ലോൺ പെയർ ഉണ്ട് ഇല്ലേ. അപ്പൊ നമുക്ക് ഒരു ലോൺ പെയറിനെ നോക്കാം. ഈ ഒരു ലോൺ പെയറിൽ ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കുന്നു, ഈ കാർബണിന് നൽകുന്നു. ഓക്സിജന്റെ ഒരു ഇലക്ട്രോണിനെ കാർബണിന് നൽകുന്നു. അപ്പം കാർബണിന്റെ പോസിറ്റീവ് ചാർജ് പോകത്തില്ലേ, ഒരു ഇലക്ട്രോൺ കിട്ടുമ്പം കാർബണിന് ഒരു ഇലക്ട്രോൺ കിട്ടി. അപ്പൊ എന്താ, ഈ ഓക്സിജന്റെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടില്ലേ, ആ ഓക്സിജന്റെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോ എന്ത് ചാർജ് കിട്ടുന്നു, പോസിറ്റീവ് ചാർജ് കിട്ടുന്നു ഇല്ലേ. അപ്പൊ ഓക്സിജന്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ആർക്ക് നിൽപ്പുണ്ട്, കാർബണിന് നിൽപ്പുണ്ട്. കാർബണിന്റെ പോസിറ്റീവ് ചാർജ് നഷ്ടമായി, പക്ഷെ ഓക്സിജന് പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പൊ ഈ 2 ഇലക്ട്രോണുകളൂടെ ചേർന്ന് എന്തുണ്ടാകും, ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ്, CH3 CH2. ഇവിടെ എന്തുണ്ടാകും, ബോണ്ട് ഉണ്ടാവും ഓക്സിജനുമായിട്ട്. OH, ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ്. പിന്നെന്താ കിട്ടുന്നത്, CH2 CH3. കണ്ടോ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ് അറ്റാക്ക് ഓഫ് ആൻ ആൽക്കഹോൾ മോളിക്യൂൾ ഓൺ പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ, രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്തായിരിക്കും, ഡീപ്രോട്ടണേഷൻ. നമ്മളൊരു H+ ഇവിടെ കൊടുത്തില്ലേ, എന്ത് ചെയ്യുന്നു, ആ H+ നമുക്ക് തിരികെ നൽകുന്നു. ഡീപ്രോട്ടണേഷൻ, പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിൽ നിന്നും പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു OH ബോണ്ട് ഉണ്ട്, ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട് ഇല്ലേ. അപ്പൊ ഈ OH ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ ഓക്സിജന്റേത്, ഒരു ഇലക്ട്രോൺ ഹൈഡ്രജന്റേത്. ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കുന്നു, ഓക്സിജന് കൊടുക്കുന്നു. അപ്പൊ ഹൈഡ്രജൻ എന്താകുന്നു, ഒരു പോസിറ്റീവ് ചാർജ് ആകുന്നു ഇല്ലേ. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് അതിനൊരു പോസിറ്റീവ് ചാർജ്. അപ്പം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, കാരണം എന്താണ്, ഇലക്ട്രോണിന് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇത് എന്തായിട്ട് റിലീസ് ചെയ്യും, H+ ആയിട്ട് റിലീസ് ചെയ്യുന്നു. അപ്പൊ ഈ ഓക്സിജന് ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണിനെ കിട്ടി. അതിന്റെ ഫലം എന്താണ്, ഓക്സിജന്റെ പോസിറ്റീവ് ചാർജ് നഷ്ടമാകുന്നു. മനസ്സിലായോ, ഇവിടെ OH ബോണ്ട്, ഇവിടെ ഓക്സിജന് പോസിറ്റീവ് ചാർജ്. OH ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ ഓക്സിജന്റേത്, ഒരു ഇലക്ട്രോൺ ഹൈഡ്രജന്റേത്. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, അതിന്റെ ഇലക്ട്രോണിനെ ഓക്സിജന് നൽകിക്കൊണ്ട് H+ ആയിട്ട് റിമൂവ് ചെയ്യുന്നു. ഇവിടെ ഓക്സിജന് ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണിനെ എക്സ്ട്രാ കിട്ടുന്നു, അങ്ങനെ അതിന്റെ പോസിറ്റീവ് ചാർജ് നഷ്ടമാകുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, CH3 CH2 O CH2 CH3 ഇത് ലഭിക്കുന്നു. ഓക്കെ. അപ്പം ഫസ്റ്റ് മെത്തേഡ് എന്താണ്, ഫസ്റ്റ് മെത്തേഡ് ഓഫ് preparation of ether is dehydration of alcohol. Dehydration means heating alcohol with the sulfuric acid. When we heat an alcohol with the sulfuric acid at 443 Kelvin, we get an alkene, but at 413 Kelvin, we get an ether. Okay. And this reaction is an SN2 mechanism. What is SN2 mechanism? Nucleophilic substitution by molecular റിയാക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അതിന്റെ മെക്കാനിസം 3 സ്റ്റെപ്പിലാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കഹോൾ. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്, ആൽക്കഹോൾ മോളിക്യൂൾ അറ്റാക്ക് ദിസ് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. തേർഡ് സ്റ്റെപ്പില് ഡീപ്രോട്ടോണേഷൻ. സെക്കൻഡ് മെത്തേഡ് ഈസ് വില്യംസൺ സിന്തസിസ്.
Williamson synthesis. In this method, an alkyl halide is treated with sodium alkoxide or sodium phenoxide. എങ്ങനെയാണ്? ആരൊക്കെ തങ്ങളിലാണ് റിയാക്ഷൻ? ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സോഡിയം ആൽക്കോക്സൈഡ് ഓർ ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സോഡിയം ഫിനോക്സൈഡ്. നമുക്ക് ആദ്യം ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൽക്കോക്സൈഡും തമ്മിലുള്ള റിയാക്ഷൻ നോക്കാം. സോഡിയം ആൽക്കോക്സൈഡിന് എക്സാമ്പിൾ ആണ് C2H5ONA. ആൽക്കൈൽ ഹാലൈഡ് എന്താ? ആൽക്കൈൽ ഹാലൈഡ് RH ഇല്ലേ? CH3Cl, C2H5I, ആൽക്കൈൽ ഗ്രൂപ്പ്, ഹാലജൻ ഗ്രൂപ്പ്, ആൽക്കൈൽ ഹാലൈഡ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സോഡിയം ആൽക്കോക്സൈഡ് പ്ലസ് ആൽക്കൈൽ ഹാലൈഡ്. ഇവിടെ എന്ത് പോകുന്നു? സോഡിയം അയഡൈഡ് പോകുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? C2H5O, C2H5 ഒരു ഈതർ കിട്ടുന്നു ഇല്ലേ? ഈതറിന്റെ ജനറൽ ഫോർമുല എന്താ? ROR' ഇല്ലേ? ഒരു ഈതർ ലഭിക്കുന്നു. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ എന്താണ് പറഞ്ഞത്? ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സോഡിയം ഫിനോക്സൈഡ്. സോഡിയം ഫിനോക്സൈഡ് ഇത്, ആൽക്കൈൽ ഹാലൈഡ് ഇത്. അവിടെ നിന്ന് എന്താണ് പോകുന്നത്? സോഡിയം അയഡൈഡ് പോകുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? C6H5OCH3. ഓക്കെ, ഇതാണ് വില്യംസൺ സിന്തസിസ്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സിമെട്രിക്കൽ ആൻഡ് അൺസിമെട്രിക്കൽ ഈതേഴ്സ്. സിമെട്രിക്കൽ ഈതേഴ്സും അൺസിമെട്രിക്കൽ ഈതേഴ്സ് ഈ മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യാം. എന്താണ് സിമെട്രിക്കൽ ഈതർ? എന്താണ് അൺസിമെട്രിക്കൽ ഈതർ? സിമെട്രിക്കൽ ഈതർ എന്ന് വെച്ചാൽ ഈതറിന്റെ ജനറൽ ഫോർമുല എന്താണ്? ROR' ഇല്ലേ? ഇവിടെ ആറും R' സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സിമെട്രിക്കൽ ഈതർ. ഇതൊരു സിമെട്രിക്കൽ ഈതർ അല്ലേ? ആറും R' എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്കൊരു സിമെട്രിക്കൽ ഈതറിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പൊ എന്തായിരിക്കും? അൺസിമെട്രിക്കൽ ഈതർ ആറും R' എന്തല്ല? സെയിം അല്ല. അങ്ങനെയുള്ള അൺസിമെട്രിക്കൽ ഈതേഴ്സിനെ പ്രിപ്പയർ ചെയ്യാനും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാമെന്ന് അർത്ഥം. ഇനി ദിസ് റിയാക്ഷൻ ഫോളോസ് SN2 മെക്കാനിസം. ഏത് മെക്കാനിസം ആണ് ഇവിടെ? SN2 മെക്കാനിസം ആണിത് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് നമ്മൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിനെ ഉപയോഗിക്കുമ്പോഴാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ബെറ്റർ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മളൊരു ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് ഈതർ ലഭിക്കില്ല, പകരം ലഭിക്കുന്നത് ഒരു ആൽക്കീനായിരിക്കും. അപ്പൊ എന്താണ്? നമ്മളൊരു ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തല്ല? ഈതർ അല്ല, ആൽക്കീനാണ്. അപ്പൊ ഏതാണ് നല്ലത്? പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. നമുക്കൊരു ടെറിഷറി ആൽക്കൈൽ ഹാലൈഡിനെ ഉപയോഗിച്ച് നോക്കാം. ഇതൊരു ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സോഡിയം ആൽക്കോക്സൈഡ് ആണ്. ഇവിടെ എന്ത് ലഭിക്കുന്നില്ല? ഈതർ ലഭിക്കുന്നില്ല, പകരം നമുക്ക് ലഭിക്കുന്നത് ആൽക്കീനാണ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സോഡിയം Br, സോഡിയം ബ്രോമൈഡ് പോകുന്നു. അടുത്തത് ഇവിടെ എന്തുണ്ട്? CH3O. ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും പോകുന്നു. ഇവിടെ CH3 ഗ്രൂപ്പ് അല്ലേ? ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഈ ഗ്രൂപ്പിനോട് ചേർന്ന് പോകുന്നു. അപ്പൊ എന്ത് പോകുന്നു? CH3OH, CH3OH ഇല്ലേ? അപ്പൊ ഈ കാർബണിന് ഇവിടെ ഒരു വാലൻസി ഫ്രീ ആയി, ഈ കാർബണിന് ഇവിടെ ഒരു ഹൈഡ്രജൻ പോയി, ഒരു വാലൻസി ഫ്രീ ആയി. ഈ കാർബൺ ഒരു വാലൻസി ഫ്രീ, ഈ കാർബൺ ഒരു വാലൻസി ഫ്രീ. അവിടെ എന്താകും? ഡബിൾ ബോണ്ട് ആകുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? CH3 പിന്നെ എന്താണ്? ഡബിൾ ബോണ്ട് CH2, ഒരു ആൽക്കീനാണ് ലഭിക്കുന്നത്. ക്ലിയർ? എങ്കിൽ നമുക്ക് ഫിനോളിനെ എങ്ങനെ ഒരു ഈതറാക്കി മാറ്റാമെന്ന് നോക്കാം. ഫിനോളിനെ നമ്മൾ ആദ്യം സോഡിയം ഫിനോക്സൈഡ് ആക്കി മാറ്റണം ഇല്ലേ? എങ്ങനെ സോഡിയം ഫിനോക്സൈഡ് ആക്കി മാറ്റാം? സോഡിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്താൽ മതി ഇല്ലേ? ഇതൊരു ആസിഡ് ആണ് ഫിനോള്, ഇത് ബേസ് ആണ്. അപ്പൊ നമുക്കൊരു സോൾട്ട് കിട്ടും, അതാണ് സോഡിയം ഫിനോക്സൈഡ്. നമുക്ക് കിട്ടുന്ന സോൾട്ട് ഏതാണ്? ഇവിടെ
സോഡിയം ഫിനോക്സൈഡ് ONA. ഇതാണ് സോഡിയം ഫിനോക്സൈഡ്. ഇനി പറയാമല്ലോ എങ്ങനെയാണ് ഇതിനെ ഒരു ഈതറാക്കുന്നത്. സോഡിയം ഫിനോക്സൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ആൻ ആൽക്കൈൽ ഹാലൈഡ്. ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് REX. അപ്പൊ എന്ത് പോകും ഇവിടെ നിന്ന്? NaX പോകുന്നു. നമുക്ക് എന്ത് കിട്ടും? ഒരു ഈതർ ലഭിക്കും. OR കിട്ടിയില്ലേ? Chemical reactions of ethers. First reaction, cleavage of CO bond, breakage of CO bond. When ether react with hydrogen halide, we get an alkyl halide and an alcohol. ആരൊക്കെയാണ്? ഈതർ പ്ലസ് ഹൈഡ്രജൻ ഹാലൈഡ്. എന്തൊക്കെയാണ് പ്രോഡക്റ്റുകൾ? ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് ആൽക്കഹോൾ. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? RX plus ROH. Alkyl halide plus an alcohol. If we use excess hydrogen halide, എന്ത് സംഭവിക്കും? ഈ ഉണ്ടാകുന്ന ആൽക്കഹോള് ആ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൽക്കഹോൾ പ്ലസ് ഹൈഡ്രജൻ ഹാലൈഡ്, we get alkyl halide plus water. Either react with hydrogen halide gives alkyl halide plus alcohol. If we use excess hydrogen halide, this alcohol react with that hydrogen halide and form alkyl halide and water. ഇനി നമുക്ക് ഒരു ആൽക്കൈൽ അറൈൽ ഈതറിന്റെ ബ്രേക്കേജ് നോക്കാം. ആൽക്കൈൽ അറൈൽ ഈതർ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്. എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്? RX പ്ലസ് ഫിനോൾ. RX പ്ലസ് ഫിനോൾ ആണ് അവിടെ ലഭിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇനി നമ്മള് ഇവിടെ ഉപയോഗിച്ച ഹൈഡ്രജൻ ഹാലൈഡുകളില്ലേ, എന്തൊക്കെയാകാം ഹൈഡ്രജൻ ഹാലൈഡുകള്? ഹൈഡ്രജൻ അയഡൈഡ് ആകാം, ഹൈഡ്രജൻ ബ്രോമൈഡ് ആകാം, ഹൈഡ്രജൻ ക്ലോറൈഡും ആകാം. ഇതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? ഹൈഡ്രജൻ അയഡൈഡിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. That is, the reactivity of hydrogen halide is in the order hydrogen iodide is greater than hydrogen bromide is greater than HCl. Okay. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഏത് ബോണ്ടാണ് ബ്രേക്ക് ചെയ്തത്? CO ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ഇല്ലേ? ഇവിടെയും CO ബോണ്ട് ഉണ്ട്, ഇവിടെയും CO ബോണ്ട് ഇല്ലേ? അപ്പൊ ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു? ഇത് സിമെട്രിക് ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഈ ആറും സിമെട്രിക് ആണെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്ന് കാണിക്കാം, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്നും കാണിക്കാം. രണ്ടും സെയിം ആണ്. സിമെട്രിക് അല്ലെങ്കിലോ? സിമെട്രിക് അല്ലെങ്കിൽ എങ്ങനെ അത് ബ്രേക്കേജ് വരുന്നത്? അതെന്ന് പറയുന്നത് ഇതിൽ പ്രസന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ ആശ്രയിച്ചിരിക്കും. ഏത് CO ബോണ്ടാണ് ബ്രേക്ക് ചെയ്യേണ്ടത് എന്നത് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം പ്രൈമറിയും സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പാണ് വരുന്നതെന്ന് വെച്ചോളുക. പ്രൈമറിയും സെക്കൻഡറിയുമാണ് വരുന്നതെങ്കിൽ അവിടെ ചെറിയ ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, ചെറിയ ഗ്രൂപ്പ് ആയിരിക്കും ആൽക്കൈൽ ഹാലൈഡ് ഫോർമേഷൻ നടക്കുന്നത്. ചെറിയ ഗ്രൂപ്പ് ആരാണോ അവിടെ ആയിരിക്കും ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. പ്രൈമറിയും സെക്കൻഡറിയും ആണെങ്കിൽ ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പിലായിരിക്കും CO ബോണ്ട് ബ്രേക്കേജ് നടക്കുന്നത്, ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാകുന്നത്. ചെറിയ ആൽക്കൈൽ ഹാലൈഡ് ആണ് ഉണ്ടാകുന്നത്. പക്ഷെ ടെറിഷറി ആണ്. ഇവിടെ നോക്കിയാൽ ഇതൊരു അൺസിമെട്രിക് ആണ് ഇല്ലേ? ഒരു സൈഡിൽ ടെറിഷറി ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു സൈഡിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള CH3 ആണുള്ളത്. ഇപ്പൊ ടെറിഷറി ആണെങ്കിൽ എവിടെ ബ്രേക്കേജ് നടക്കും? ടെറിഷറി ആണെങ്കിൽ ടെറിഷറി ആൽക്കൈൽ ഗ്രൂപ്പിലാണ്. ഇവിടെയാണ് ബ്രേക്കേജ് നടന്നിട്ട് ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ് ഉണ്ടാകുന്നത് ഇല്ലേ? സിമെട്രിക് ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. സിമെട്രിക് ആണെങ്കിൽ RR ഗ്രൂപ്പ് സെയിം ആണ്. നമുക്ക് ഈ CO ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഈ CO ബോണ്ട് ബ്രേക്ക് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അൺസിമെട്രിക് ആണെങ്കിൽ എന്താണ്? പ്രൈമറിയും സെക്കൻഡറിയും ആണെങ്കിൽ ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാകുന്നത്. ടെറിഷറി ആണെങ്കിലോ ഈ ടെറിഷറി ഗ്രൂപ്പിന്റെ ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത് എന്ന് അർത്ഥം. അതായത് നോക്കിയേ, ROR പ്ലസ് HX എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇല്ലേ? ROR HX. എനിക്ക് താണ്ടെ ഈ RX എന്ന് എഴുതാം, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് എഴുതാം? R
പ്ലസ് HX ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്നും എഴുതാമെന്നാണ് പറഞ്ഞത്. അതായത് സിമെട്രിക് ആണ്, രണ്ടും സെയിം ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ അല്ലേ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തുണ്ടാകുന്ന RXും ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തുണ്ടാകുന്ന RX സെയിം ആണ് എന്നാണ് പറഞ്ഞത്. ഇനി ഇത് അൺസിമെട്രിക് ആണ്, രണ്ടും സെയിം അല്ല. അൺസിമെട്രിക് ആണെങ്കിൽ എന്ത് പറ്റുമെന്നാ പറഞ്ഞത്? അൺസിമെട്രിക് ആണെങ്കിൽ എന്തിനെ ആശ്രയിച്ചിരിക്കും? ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളെ ആശ്രയിച്ചിരിക്കും. അൺസിമെട്രിക് നമുക്ക് ഇവിടെ CH3 ഗ്രൂപ്പ്, ഇവിടെ CH2 CH3 ഗ്രൂപ്പ്. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ചെറിയ ഗ്രൂപ്പ് ആയിരിക്കും എക്സിനോടൊപ്പം ചേർന്ന് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാകുന്നത്. ഇനി ടെറിഷറി ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ ആ ടെറിഷറി ഗ്രൂപ്പ് ആയിരിക്കും ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാകുന്നത്. അതായത് ഇവിടെയാണ് CO ബോണ്ട് ബ്രേക്കേജ് നടക്കുന്നത് എന്ന് അർത്ഥം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ഈതേഴ്സ്. Consider the resonance structures of ethers. ഈ റെസണൻസ് സ്ട്രക്ചറുകളിൽ എവിടെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ? ഏതൊക്കെ പൊസിഷനുകളിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായി കാണപ്പെടുന്നത്? നോക്കിയേ, ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ് ഇല്ലേ? അതായത് ഓർത്തോ പൊസിഷനിൽ. ഇവിടെയോ? ഇവിടെയും കൂടുതലാണ്. പാരാ പൊസിഷനിൽ, ഇവിടെയും ഓർത്തോ പൊസിഷനിൽ ഇല്ലേ? അപ്പോ ഓർത്തോ പാരാ പൊസിഷനുകളിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. അതിന്റെ അർത്ഥം എന്താണ്? ആൽക്കോക്സി RO ഗ്രൂപ്പ് ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റീവ് ഗ്രൂപ്പ്. അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആയിരിക്കും. ഓക്കെ, ദെൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകൾക്ക് എക്സാമ്പിളുകൾ പറയാമോ? ഹാലജനേഷൻ റിയാക്ഷൻ, nitration reaction, Friedel-Crafts reaction, etc. Then first one, halogenation reaction. നോക്കിയേ, C6H5OCH3 ഈതറിന്റെ പേരെന്താണ്? C6H5OCH3 is anisole. Anisole. When anisole is treated with bromine in ethanoic acid. ബ്രോമിൻ ഏതൊക്കെ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ. പാരാ പൊസിഷനിൽ, ഓർത്തോ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രോഡക്റ്റുകള്? പാരാ ബ്രോമോ അനിസോൾ ആൻഡ് ഓർത്തോ ബ്രോമോ അനിസോൾ. ഇതിൽ പാരാ ബ്രോമോ അനിസോൾ ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. ക്ലിയർ ആണല്ലോ? ദെൻ നൈട്രേഷൻ. മറ്റൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നൈട്രേഷൻ. Nitration means reaction with nitrating mixture, that is a mixture of concentrated sulfuric acid and nitric acid. Concentrated nitric acid. A mixture of sulfuric acid and nitric acid, that is nitrating mixture. When anisole is treated with nitrating mixture, nitro group ഏതൊക്കെ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും. നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയായിരിക്കും? എ മിക്സ്ചർ ഓഫ് പാരാ നൈട്രോ അനിസോൾ ആൻഡ് ഓർത്തോ നൈട്രോ അനിസോൾ. ഓക്കെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് മറ്റൊരു എക്സാമ്പിൾ ആണ് Friedel-Crafts reaction. Friedel-Crafts reaction. When anisole is treated with an alkyl halide, alkyl group is substituted at ortho and para position. ഇവിടെ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്? ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഇല്ലേ? ഈ ഹൈഡ്രജനെ ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഹൈഡ്രജന് പകരം ആര് വരുന്നു? ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നു ഇല്ലേ? ഇവിടെ ഏത് ഗ്രൂപ്പാണ്? CH3 ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും. ഇപ്പൊ ഈ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് 2-methoxy toluene. 2-methoxy. ഈ ഗ്രൂപ്പ് എന്താണ്? ആൽക്കോക്സി അല്ലേ? RO എന്ന് പറയുന്നത് ആൽക്കോക്സി. ഇവിടെ ഏതാണ്? R മീഥൈൽ ഗ്രൂപ്പ് അല്ലേ? അപ്പൊ ഇതിന്റെ പേരെന്താ? മീതോക്സി. 2-methoxy. ഇതിന്റെ പേരെന്താ? ടോളുവിൻ. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? 4-methoxy toluene. ഇതിലേതാണ് മേജർ പ്രോഡക്റ്റ്? പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് 4-methoxy toluene ഈസ് ദ മേജർ പ്രോഡക്റ്റ്. അപ്പൊ ആൽക്കൈൽ ഹാലൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഏത് ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ്. സിമിലർലി, when anisole is treated with
അസൈൽ ഹാലൈഡ്. അസൈൽ ഹാലൈഡ് ആണ് ആസിഡ് ക്ലോറൈഡ്. RCOCl. RCOCl. That is when anisole is treated with acyl halide. അപ്പൊ ഏത് ഗ്രൂപ്പ് ആയിരിക്കും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അസൈൽ ഗ്രൂപ്പ് ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഏതൊക്കെ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും. അപ്പൊ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്? ഇവിടുത്തെ ഹൈഡ്രജനെ ഏത് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്? അസൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഓർത്തോ പൊസിഷനിൽ ആര് വരുന്നു? COCH3. പാരാ പൊസിഷനിൽ ആര് വരുന്നു? COCH3. ഈ പ്രോഡക്റ്റിന്റെ പേരെന്താണ്? 2-methoxy acetophenone. ഇതിന്റെ പേരെന്താണ്? 4-methoxy acetophenone. ഇതിലേതായിരിക്കും മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് 4-methoxy acetophenone. അപ്പൊ നമ്മള് ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ അസൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്തിന്റെ പ്രസൻസിലാണ്? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ലൂയിസ് ആസിഡ് ആണ്. എന്താ ലൂയിസ് ആസിഡ് എന്ന് വെച്ചാല് ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചായിരുന്നല്ലോ അമീൻസ് ഇല്ലേ? ഒരു ആരോമാറ്റിക് പ്രൈമറി അമീൻ ആണ് ആര്? അനിലിൻ. അനിലിൻ C6H5NH2. Aniline does not undergo this Friedel-Crafts reaction. എന്തുകൊണ്ടാണെന്ന് പറയാമോ? അനിലിൻ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ പങ്കെടുക്കാറില്ല. കാരണം ബേസ് ആണ്. ഏത് തരം ബേസ് ആണ്? ലൂയിസ് ബേസ് ആണ്. അതായത് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ്? നൈട്രജനിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് അതിന് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. അതായത് അനിലിൻ എന്ന് പറയുന്നത് ഒരു ലൂയിസ് ബേസ് ആണ്, ഇല്ലേ? അപ്പൊ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്തിന്റെ പ്രസൻസിലാണ് നടത്തേണ്ടത്? ഒരു ലൂയിസ് ആസിഡായ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിലാണ്, ഇല്ലേ? അപ്പൊ ഒരു ലൂയിസ് ആസിഡും ഉണ്ട്, ഒരു ലൂയിസ് ബേസും ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ സോൾട്ട് ഫോർമേഷൻ നടക്കും. അതുകൊണ്ടാണ് അനിലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. മനസ്സിലായോ? ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷനിൽ നമ്മൾ എന്തിന്റെ പ്രസൻസ് ആണ്? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിലാണ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ലൂയിസ് ആസിഡ് ആണ്. അനിലിൻ എന്ന് പറയുന്നത് ഒരു ലൂയിസ് ബേസ് ആണ്. അപ്പൊ എന്തിനുള്ള പോസിബിലിറ്റി വരുന്നു? അവിടെ ഒരു സോൾട്ട് ഫോർമേഷനുള്ള പോസിബിലിറ്റി വരുന്നു. അതുകൊണ്ടാണ് എന്ത്? അനിലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.